എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. നമ്മളിന്ന് രോഹു എന്ന് പറഞ്ഞ മീനാണ് എടുത്തേക്കണത്. ഇന്ന് മീൻ കറിയാണ്, മുളക് കറിയായിട്ട് വറ്റിക്കുകയാണ് ചെയ്യണത്. ഞാൻ 1 കിലോ മീനാണ് എടുത്തേക്കണത്. അപ്പോൾ അതിലേക്ക് ഒരു 4-5 കുടപ്പുളിയുടെ ചെറിയ കഷ്ണങ്ങളാണ്. അത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഒരു പിടി ചുമന്നുള്ളി, ഒരു കുടം വെളുത്തുള്ളിയുടെ പകുതി, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയ്ക്ക് ഇഞ്ചി ഇതാക്കി അരിഞ്ഞിട്ടു. അതൊരു നടിച്ചെടുക്കാനാണ്. എന്ന് വെച്ചാൽ ഒരു കൊഴുപ്പ് കിട്ടാൻ, ഞാൻ തേങ്ങയൊന്നും അരക്കണില്ല. അപ്പോൾ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്തിരി കൂടി കുക്കി വയ്ക്കണ്ടേ. 1 കിലോ രോഹു മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇപ്പോൾ നിങ്ങളുടെ ഇതൊക്കെ എന്താ പറയാമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് കൂട്ടുകൾ തയ്യാറാക്കുകയാണ്. ആദ്യം മീൻ ചട്ടി വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് ഒരു നുള്ള് ഉലുവ ഇട്ട് പൊട്ടിക്കുകയാണ്. ആ ഉലുവ പൊട്ടുമ്പോൾ നമ്മൾ ആ ഉലുവ ഒന്ന് പൊട്ടുമ്പോൾ ഇത് ചുമന്നുള്ളി, ഒരു 10-12 ചുമന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞ് ഇതിലേക്ക് ഇടുക. എണ്ണയിലേക്ക് ഇട്ടു. ആ ഉള്ളിനെ നന്നായിട്ട് മൂക്കണം. ഉള്ളി മൂത്തു. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ടു. ഒരു 5-6 അരി വെളുത്തുള്ളി, 5 പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ. എന്ന് വെച്ചാൽ ഇത് എരിവ് കുറവാണ് പച്ചമുളക്. അപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 2 തക്കാളി. ഇനി ഇതൊന്ന് വഴറ്റി വെക്കാം. തക്കാളിയും ഇതൊക്കെ വഴറ്റി വന്നു. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് അടിച്ച് വെച്ച ഇഞ്ചിയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് മിക്സിയിലിട്ടൊന്ന് വെച്ചാണ്. അത് അതിലേക്ക് ഇതാണ്. എന്നുവെച്ചാൽ ഞാൻ ഇത് മുളക് കറിയായിട്ടാണ് വയ്ക്കണത്. അപ്പോൾ നാളികേരം ചേർക്കണില്ല. ഇഞ്ചി ഇത്രയ്ക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു പിടി ഉള്ളി, അതുപോലെ ഒരു കുടം വെളുത്തുള്ളിയുടെ പകുതി അത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഊറ്റിയിട്ടാണ്. വീട്ടിലുള്ളതാണ്. കുടപ്പുളി ആയാലും വീട്ടിലുണ്ട്, പറമ്പിൽ ഉള്ളതാണ്. ഇപ്പം എനിക്ക് കുടപ്പുളിയുടെ ഒരു തിരക്കിലാണ്. കുടപ്പുളി ഉണക്കാനും പറക്കി കൊണ്ടുവന്ന് അത് ഉണക്കലിൻ്റെ ഒക്കെ തിരക്കിലാണ് ഞാൻ. മൂത്ത് ഇതാകുമ്പോൾ ആ പച്ച മണം മാറി കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ഇടാം. ഇനി നമുക്കതിലേക്ക് പൊടികളിടാം. ഒരു 1.25 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു. അതൊന്ന് മല്ലിപ്പൊടി ഒന്ന് ഇതാവുമ്പോൾ നമുക്ക് മുളക് പൊടി, ഒരു 1.5 സ്പൂണ് സാദാ മുളക് പൊടി ഇട്ടു. ഇനി ഒരു 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടു. ഇനി അതൊന്ന് മൂത്ത് ആ പച്ച ചവയൊന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചെന്ന് വെച്ചാൽ ചട്ടിയിൽ അടി പിടിക്കാതിരിക്കാൻ. ഇനി നമുക്കതിലേക്ക് കുടംപുളി, ഇപ്പം ഞാൻ ഒരു 3 കഷ്ണം പുളിയാണ് ഇടുന്നത്. ഒരു 3.5 കഷ്ണം പുളി. കുതിർന്ന വെള്ളവും അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പുളി പോരാന്ന് തോന്നിയാൽ നമുക്ക് ചേർക്കാം. ഉപ്പ്
മഞ്ഞപ്പൊടി ഇട്ടില്ല, ഈ മഞ്ഞപ്പൊടി കുറച്ച്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിനെ ഇടാം. ഞാൻ ഇതിലേക്കിപ്പോൾ ഇത് അരപ്പൊക്കെ തിളച്ചു, മീനിടുകയാണ്. ഇത് എല്ലാവർക്കും അറിയാം മീൻ കറി വയ്ക്കാൻ, പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇതാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് അവർക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. കനം കുറഞ്ഞത് വറുക്കാൻ ഇങ്ങനത്തെ എടുക്കണം, വറുക്കാൻ ഇതവരെ കാണിക്കണം. അവർ എനിക്ക് വിദ്യാഭ്യാസമൊക്കെ കുറവാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പറയണതിനൊക്കെ പരിമിതികളുണ്ട്. എൻ്റെ വെച്ച് ക്ഷമിക്കുക. ഇത് നമുക്ക് ഒന്ന് മൂടിയിട്ട് വേവിക്കുക. അത് തിളച്ച് വറ്റി ഇതായി. അപ്പോൾ ഈ കാശ്മീരി മുളക് പൊടി ഇടണം എന്താണെന്ന് വെച്ചാൽ ഇത്തിരി കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കണത്. അപ്പോൾ അതിന് എരിവ് കുറവാണ്. ഇനി ഇത് നമുക്ക് കുറച്ച് വേപ്പലയൊക്കെ ഇട്ട്, ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ പുളിയൊക്കെ ഉണ്ട്, ഉപ്പ് ഒരു പൊടിക്ക് ഉപ്പ് കുറവാണ്. അപ്പോൾ ലേശം ഉപ്പ് ഇട്ടു. ഇപ്പോൾ കറിവേപ്പല പച്ച ഉരിയിട്ടു. അപ്പോൾ അത് വറ്റിച്ച് ഇതായി. ഇനി അത് തണുക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചെയ്തു നോക്കുക. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കുക.